ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഏയ് ഹായ് പറ, ഹായ് ഹായ്. അവനകത്ത് പോയാൽ മതി, അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇന്ന് ദുവാമിയുടെ ഷൂട്ട് പെട്ടെന്ന് ബ്രേക്ക് ആയെന്ന് പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇന്നലെയാണ് ഞാൻ ജസ്റ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയത്. കാരണം മോനെ ഒന്ന് ഹോസ്പിറ്റലിൽ കരയല്ലേ, ഇറക്കി വിട്ടിട്ടേ ഞാൻ പോവാം. ദോ വാപ്പി വന്നു. ഇന്നലെയാണ് ഞാൻ ജസ്റ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് കൊല്ലത്തേക്ക് വന്ന പാടെ പറയുന്നു ഇന്ന് ഷൂട്ട് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ മോളെ പോയി വിളിക്കണമല്ലോ. ഒറ്റയ്ക്കല്ല അവൾ, നമ്മുടെ കൂടെ ഷംല എന്ന് പറയുന്ന ഇത്തായെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വ്ളോഗ്സിൽ ഷോർട്സിലൊക്കെ. അപ്പോൾ ഇത്ത കൂടെയുണ്ട്. സോ അവർ രണ്ടുപേരെയും പോയി വിളിക്കാനായിട്ട് രാവിലെ 10 മണി മുതൽ റെഡിയായി നിൽക്കുന്നു ഞങ്ങൾ. ഇപ്പം സമയം 1 മണിയായി. ദേ വന്നും പറഞ്ഞിട്ട് അസർ പോസ്റ്റ് തന്നുകൊണ്ടിരിക്കുക. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുന്നു. ഇനി വരുമ്പോൾ നേരെ അവളെ പോയി പിക്ക് ചെയ്യണം. ഒരു 3-4 ദിവസമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും അവൾ ഭയങ്കര എക്സൈറ്റഡായി നിൽക്കുക. അയ്യോ ഇനിയിപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പം ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു. സോ ഇനി മൺഡേ മുതൽ അവളെ സ്കൂളിൽ വിടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു 2 ദിവസത്തെ ഷൂട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു 20th ശേഷമായിരിക്കും. കുഴപ്പമില്ല. എന്നാലും ഉള്ള സമയം കൈ വേദനിക്കുന്നു. സ്കൂളിൽ പോവാമല്ലോ. ആദപ്പൻ രാവിലെ ഇച്ചിരി ചോറൊക്കെ കഴിച്ചാൽ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. എന്നെ നുള്ളുകയാണ്. എന്നിട്ട് എൻ്റെ റിയാക്ഷനൊന്നും ഇല്ലാത്തത് നോക്കുക. എനിക്ക് വേദനിച്ചു. എന്ത് സൗണ്ടാ റോഡിലൂടെ വണ്ടി പോകുന്നതിന്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ ട്രിവാൻഡ്രത്ത് പോസ്റ്റ് അടിച്ച് റൂമിലിരിക്കുകയായിരുന്നു. മോളുടെ ഷൂട്ട് നടക്കുന്നത് കൊണ്ടേ, അതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷോർട്സിൽ ഇടുന്നുണ്ടായിരുന്നു. ദുവാമിയുടെ ആ കണ്ണിൽ ഉറുമ്പ് കടിച്ചൊരു ഷോർട്സ് കണ്ടിട്ട് പലരും ചോദിച്ചു എങ്ങനെയുണ്ട് എന്നുള്ളത്. കുഴപ്പമില്ല, അവൾ ബെറ്റർ ആയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. ഇപ്പം ഫുള്ളി ക്ലിയർ ആയിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് എടുത്തത് കൊണ്ട് പ്രശ്നമില്ല. ആൾ ഓക്കെയാണ്. അയ്യോ അതെവിടെ? അയ്യോ അവൻ ഉറക്കം വരികയാണ് ഗൈസ്. ഞാനിങ്ങനെ പിടിച്ചു നിർത്തുക അത് ഉറങ്ങാതിരിക്കാൻ. ഉറങ്ങരുത്. അതോടെ നിങ്ങൾ ആരെങ്കിലും അതുനെ കണ്ടോ? ആസര വന്നെന്ന് ഒന്ന് നോക്കട്ടെ. ഞങ്ങളീ പോകുന്നതും വരുന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കളിച്ചോണ്ടിരിക്കാതെ പോകുന്നതും വരുന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയാണ് എന്താ സംഭവം എന്നൊന്നും അതിപ്പോൾ കാണിച്ചു തരാമേ. അവൾ ലൊക്കേഷനിലല്ലുള്ളത്, റൂമിലാണുള്ളത്. ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഉറക്കം വന്നിട്ട് വയ്യ പാവം. അസരെത്താറായി എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോയി, പ്രത്യേകിച്ചൊന്നുമില്ല, അവളെ പിക്ക് ചെയ്ത് തിരിച്ച് കൊണ്ടുവരിക വീട്ടിൽ, അത്രേ ഉള്ളൂ. അതാണ് സംഭവം. വാപ്പിയെ വെയിറ്റ് ചെയ്ത് നിന്ന് അവനൊരു പരുവായി. അവസാനം അവൻ അവിടെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് അവൻ്റെ പണിയെല്ലാം തുടങ്ങി. അതിനിടയിൽ അസർ വന്നു. പിന്നെ കുറേ സ്നേഹപ്രകടനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. എനിക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഓൾറെഡി ഞാൻ അലർജിക്കാണ്. അപ്പോൾ ഈ മഴ മാനത്ത് കണ്ടാൽ മതി, നമ്മുടെ ഈ തുമ്മൽ ശ്വാസം മുട്ടലെല്ലാം ഇങ്ങനെ ഉടലെടുത്ത് വരുമല്ലോ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയി. ഞാൻ ഒട്ടും വയ്യാണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. സോ പ്ലീസ് ക്ഷമിക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അസർ എത്തി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ്. പോകുന്ന വഴിക്ക് ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നേരെ ചെന്നു ബർഗർ ലോഞ്ചിലേക്ക്. അവിടെ ചെന്ന് 2 ബർഗറും 2 കോൾഡ് കോഫിയൊക്കെ കുടിച്ച് പിന്നെയും ഞങ്ങൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഫിഷ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അന്ന് ആഗ്രഹം കുറച്ച് നല്ല മീനൊക്കെ കൂട്ടിയിട്ട് ഒരു ഊണ് കഴിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല.
ആ വിഷമത്തിൽ ഞങ്ങൾ പോയി 2 ബർഗർ കഴിച്ചതാണ്. ആൻഡ് ആദൂന് ഞാൻ കുറച്ച് കഞ്ഞി പാർസൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ. കാരണം അവനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൂടുതലും ഞാൻ കഞ്ഞിയൊക്കെ നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചിട്ടൊക്കെ പാക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. അത് അവൻ ഇഷ്ടപ്പെട്ട് കുടിക്കുകയും ചെയ്യും. പിന്നെ ബർഗറൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതൊക്കെ തന്നെ മതി. ഇത്തവണ ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ മോൾക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. അതായത് അവൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട് എങ്ങോട്ടേലും പോകുന്ന കാര്യം. ഞങ്ങൾക്കത് നടക്കാറില്ല. അപ്പോൾ ഇൻഡോർ പ്ലേ ഏരിയ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ ഇത്തവണ വിചാരിച്ചു അവളെ ഇൻഡോർ പ്ലേ ഏരിയയിലേക്ക് കൊണ്ടുപോകാമെന്ന്. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് അവൾക്കറിയില്ല. അവിടെ ചെന്നിട്ട് അവളോട് റിവീൽ ചെയ്യണം. യെസ്, നമ്മളങ്ങനെ ട്രിവാൻഡ്രം എത്തി. ഇനി പോയി ദുആമയെ പിക്ക് ചെയ്യാം, റൂമിലേക്ക് പോവാം. അതു 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 എന്തായാലും ദുവ എവിടെ? അതു ദുവ ദുവ എവിടെ? ടൂട്ടിക്സോ? കാലിൽ നിന്ന് ടൂട്ടിക്സോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം? ഒരു ദിവസം നിങ്ങളില്ലെങ്കിൽ ഈ ഹോട്ടൽ കമത്തി കിട്ടും ഒരു വിധത്തിൽ. ശരിയാണോ അതും അമ്മ ഇതൊക്കെ? അതെ. എന്റെ ദുവാ, നീ ഇവിടെ മൊത്തം തിരിച്ചു വെച്ചാ? ദുവാ, നീ ഇവിടെ മൊത്തം തിരിച്ചു വെച്ചാ? ഇത് എത്ര സ്ലൈഡാ നോക്കട്ടെ. ആ സ്ലൈഡ് ചേരുന്നില്ല. ആ സ്ലൈഡ് ചേരുന്നില്ല. വേണ്ട, സ്ലൈഡ് വെക്കണ്ട. ബോ വെച്ചോ. ബോ വെച്ചാ മതി. ഏയ് ബലൂൺ എടുക്കാനാടി. ആ ബോള് വെക്കട്ടെ. അത് ബോള് വെക്കട്ടെ ഇതില്. ഇതിനകത്ത് വെച്ചേക്കാം. ഇതെന്തിനാ നമുക്ക് കയ്യില്? ഇതേ സ്റ്റെൻസിൽ നടക്കുന്നതു അതിൽ വെച്ചേരാ. ബാഗില് പെൻഗ്വിനും വെച്ച് ആനയെ നമുക്ക് കൈ വെക്കാം. ആനയെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ദൂ അയ്യോ, ഈ ഫ്ലൈറ്റ് ചിലപ്പോ പൊട്ടും. ഇതിനകത്ത് വെച്ചാലേ കയ്യിൽ വെച്ചേക്കാം. അല്ല, നമുക്ക് കൊണ്ടുപോകാൻ അധികം ലഗേജ് ഇല്ലല്ലോ. ഇതും പിന്നെ ഏതാ ഉള്ള ഇനി? ആ അതേ ഉള്ളൂ. ഈ 2 അത്രേ ഉള്ളൂ. ഓക്കേ അമ്മേ. ഈ സ്നേഹപ്രകടനം വേറൊന്നുമല്ല, ഞാൻ ആ സർപ്രൈസ് അങ്ങ് പൊട്ടിച്ചു ഗൈസ്. അതിന്റെ സ്നേഹമാണ്. എന്റെ മൈക്ക് ഞാൻ തരില്ല. നോ. എന്താ അഭിനയം! ഓസ്കാർ കിട്ടും അതുന്. എന്താ വാപ്പി? എന്താ വാപ്പി? എന്താ വെച്ചേ? ആ, ഈ ടാബ് ആരുടെ ടാബ്? അതെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാ? എല്ലാ സാധനങ്ങളും നിന്റെ കയ്യിൽ തന്ന സാധനം ആരാ എടുക്കണ്ടേ? ദുവാടെ കയ്യിലാണോ ഞാൻ സാധനം തന്ന? അപ്പൊ ആരാ അതെടുക്കണ്ടേ? ഇല്ല, പോത്തില്ല. പോട്ടെ, ടാബ് പോട്ടെ. ഇല്ല, ടാബ് പോട്ടെ. അതുകൊണ്ട് താനെ എടുത്ത് കയ്യിൽ വെച്ചേക്കുന്നു. ഓ, ആ എക്സ്പ്രഷൻ നോക്കട്ടെ. അയ്യോ, വിട്ടുപോയി എനിക്ക്. ആ ഇല്ല, നോ. ദുവാ, ആ സ്ലൈഡ് ഊരിയാ? ദു
മറ്റേ ഇതല്ലേ റിങ്സ് പോലത്തെ അല്ലേ, ഭയങ്കര യൂണിഫോം ഇട്ടപ്പോഴേ നല്ല ഭംഗിയുണ്ട് ഈ കമ്മല്. ഭംഗിയല്ല ഭംഗി പറ പറ. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? നമ്മളിപ്പോ പോകുന്നത് കൊല്ലത്തോട്ടല്ല, ഇൻഡോർ പ്ലേ ഏരിയ. മഴയത്ത് നമുക്ക് ഔട്ട്ഡോർ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇൻഡോർ പാർക്കിലേക്ക് പോവാണ് ഗൈസ്. ആദൂന് മൈക്ക് വേണം ഗൈസ്, പക്ഷെ ഉമ്മി തരില്ല ഗൈസ്. നല്ല മഴയുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയം മുതലേ ഞാൻ എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ദുവാമിയെ ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ, അവളെ ഒന്ന് ഹാപ്പി ആക്കാൻ കൊണ്ടുപോകുന്നതാണ് ഈ ഇൻഡോർ പ്ലേ ഏരിയയിൽ. അപ്പോൾ പതിവ് പോലെ അവളുടെ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദൂനെയും ദുവാമിയും കൂട്ടിയിട്ട് നേരെ പോയത് അവിടേക്കാണ്. കാരണം അവളും ഈ വർക്കെല്ലാം കഴിഞ്ഞ് ഒന്ന് എക്സോസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവളൊന്ന് ചില്ലാവട്ടെ, ഇനിയിപ്പോൾ സ്കൂൾ റീഓപ്പൺ ചെയ്യാണ്. ഏതായാലും ഞാൻ പറ്റിയ സ്ഥലത്തേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. ഒരു ഇൻഡോർ പ്ലേ ഏരിയ ആണ് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള. അവിടെ പോയി ഒരു 1 hour മാക്സിമം എൻജോയ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടി സെറ്റായി രണ്ടാൾക്കും. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒട്ടും ബോറടിച്ചില്ല, പ്രത്യേകിച്ച് ആദൂന് ഒട്ടും. ഞാൻ വിചാരിച്ചു അത് കുറച്ചൊന്ന് ക്രാങ്കിയൊക്കെ ആവുമെന്ന്, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇടയ്ക്ക് പിന്നെ അവൻ ഒന്ന് ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞി പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെയായി. ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഇവരെന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്നുള്ളത്. പിന്നെ ആദൂനെ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആക്കാൻ ദുവാമി ഇങ്ങനെ താങ്ങി പിടിച്ച് എല്ലാ റൈഡ്സിലും അവനെയും കൂടി അവളെ ഹെൽപ്പ് ചെയ്ത് കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിലും വലിയ സന്തോഷം എന്താ അല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവർ രണ്ടാളും ഇങ്ങനെ തന്നെ ആയിരിക്കണം, ഭയങ്കര ബോണ്ടിങ് ആയിരിക്കണം എന്നൊക്കെ. എന്തായാലും ഇതുവരേക്കും പ്രശ്നമൊന്നുമില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. ദുവാമി ഭയങ്കര കെയറിങ് ആണ്. എന്നാൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു കുശുമ്പ് പോലെയൊക്കെ വരുമെങ്കിലും അപ്പം തന്നെ അതങ്ങ് സെറ്റാവും. എന്തായാലും രണ്ടുപേരുടെ തിമിറിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നമുക്കവിടെ ഇൻഡോർ പ്ലേ ഏരിയ ആയതുകൊണ്ട് നമുക്കൊരു പാരൻറ്റിന് നിൽക്കാം കേട്ടോ. കാരണം ആദു കുഞ്ഞല്ലേ, അപ്പം അവനൊന്ന് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് വേണം. സോ ഞാനും സോക്സൊക്കെ ഇട്ടിട്ട് അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ. ഞാൻ വിചാരിച്ചില്ല ആദു അങ്ങനെ എല്ലാ പിള്ളേരുമായിട്ട് സെറ്റാവുമെന്ന്, പക്ഷേ അവൻ അധികം വാശിയൊന്നുണ്ടായില്ല. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ദേ ഈ മോളിലെ, ഈ മോളുടെ കൂടെയായിരുന്നു അവൻ കൂടുതൽ സമയം. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് ആ രണ്ടുപേരും കൂടി സെറ്റായിട്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പം തന്നെ രാത്രിയായി. ഒരു സൂപ്പ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് 2 ദിവസം മുന്നെയാണ് നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ കണ്ടുവച്ചത്. ഒരു ദിവസം രാത്രി മട്ടൻ സൂപ്പ് തപ്പിപ്പോയതായിരുന്നു ഞങ്ങൾ. അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഷോപ്പ്. ഈ ഷോപ്പിൻ്റെ പേര് എനിക്ക് എക്സാക്റ്റ് ഓർമ്മയില്ല. പൊപ്പോയ് മട്ടൻ സൂപ്പ് അങ്ങനെ എന്തോ ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു ഓർമ്മ. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതൊരു റീലാക്കിയിട്ടിട്ട് പറഞ്ഞുതരാം. ഏതായാലും അവിടുത്തെ സൂപ്പ് അടിപൊളിയാണ്. അവിടെ സൂപ്പ് മാത്രമല്ല, ബ്രെഡ് സ്റ്റൂ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ബട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് ഒരു മട്ടൻ സൂപ്പാണ്. ഞങ്ങളെല്ലാവരും ഓരോ മട്ടൻ സൂപ്പ് കുടിച്ച് വയറ് നിറച്ച് തൃപ്തിയായി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇനി നമുക്ക് നേരെ പോകാനുള്ളത് കൊല്ലത്തേക്കാണ്. സൂപ്പ് കുടിച്ച ക്ഷീണത്തിൽ എല്ലാവരും നേരത്തെ കിടന്നുറങ്ങി. ഇനി ഞങ്ങൾ നല്ല മഴയൊക്കെ ആസ്വദിച്ച് വീട്ടിലേക്ക് എത്തട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.